ഇന്ന് ഞാനുള്ളത് റിയാദിലെ സലാം പാർക്കിലാണ് കേട്ടോ. സലാം പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. സലാം പാർക്ക് ഒത്തിരി കാണാനുണ്ട്. അകത്ത് ബോട്ടിംഗ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനമുണ്ട്, മൊത്തം ഗ്രീനറിയാണ്. ഇതിനകത്ത് കയറുന്നതിന് 2 വയസ്സിന് മേളിലുള്ള ഓരോരുത്തർക്കും 5 റിയാൽ 75 ഹലാല, അതായത് 15% ടാക്സും കൊടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുക്കണം, എന്നാൽ മാത്രമേ ഇവിടേക്ക് എൻട്രി ഉള്ളൂ. പിന്നെ അതിനകത്തുള്ള ഓരോ റൈഡിനും പ്രത്യേകം നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ അതിനകത്ത് കളിക്കുകയോ ചിരിക്കുകയോ ആടുകയോ എപ്പോൾ വേണോ ക്ലോസ് ചെയ്യുന്നവരെ ഞങ്ങൾക്ക് അതിനകത്ത് നിൽക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ ഒത്തിരി കച്ചവടക്കാരുണ്ട്, അകത്തും കച്ചവടക്കാരുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഞാനിപ്പോൾ ആദ്യമായിട്ട് വരികയാണ്. നമുക്ക് എന്തായാലും ഇന്ന് സലാം പാർക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇത് റിയാദിൻ്റെ ഏതാണ്ട് ഒത്ത നടുവിൽ തന്നെയാണ്. അപ്പോൾ സലാം പാർക്കിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്കും ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രൻസിൽ നിന്ന് അകത്തേക്ക് കയറി കേട്ടോ. ഇവിടെ അകത്ത് ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അതായത് മൊബൈലിലെ ക്യാമറ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗോപ്രോ അങ്ങനെയുള്ള ക്യാമറകളൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ക്യാമറ കൊണ്ടുവന്നു, അതിനെ പുറത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അകത്തും ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അതിവിശാലമായ ഒരു പാർക്കാണ്, നല്ല പച്ചപ്പുണ്ട് അകത്ത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യം പോലെ റൈഡുകളുണ്ട്. പക്ഷേ ഓരോ റൈഡിനും നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കണം. ഒള്ളി എൻട്രി ഫീസാണ് 5 റിയാൽ 75 ഹലാല. ഇതേ അകത്ത് കാണാനും കേൾക്കാനും ഒക്കെ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇതൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. നമസ്കരിക്കാൻ കണ്ടോ, ഇതേ ഇവിടെ മുസല്ലയൊക്കെ വിരിച്ചിട്ട് ഓപ്പണായിട്ട് AC ഒക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന AC ഓപ്പണായിട്ടാണത്. അതോ എയർ കൂളറാണോ? എയർ കൂളറാണ്, AC അല്ല കേട്ടോ, എയർ കൂളറാണ്. ഞാൻ വിചാരിച്ച് AC ആയിരിക്കുമെന്ന്. ഇത് എയർ കൂളറാണ് കേട്ടോ. നല്ല അടിപൊളി സംവിധാനമാണ് കേട്ടോ. നല്ല തണലുണ്ട്, നല്ല കൂളായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എവിടെ ബോട്ടിംഗ് ഉണ്ട്, അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല, അതിന് നടുവിൽ ഇങ്ങനെ ഇത്രത്തോളം സെറ്റായിട്ടെല്ലാം ഉണ്ടാകുമെന്ന്. അതിഭയങ്കരമായ വലിയ പാർക്ക്, നല്ല കൂൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. എന്നിട്ട് പോലും ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. സൂര്യൻ ഇങ്ങനെ അതേ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും തലയ്ക്ക് മീതെ. നല്ല രസമുള്ള പാർക്കാണ് കേട്ടോ. ഞാൻ ഇത്ര ആവശ്യം പോലെ ഫാമിലി ഇങ്ങനെ വരുന്നുണ്ട്. 4 മണിക്ക് ഇത് ഓപ്പൺ ആക്കുള്ളൂ. 4 മണി മുതൽ രാത്രി 12 മണിക്ക് വരയ്ക്കും ഇവിടെ ഇരിക്കാമെന്നാണ് പറഞ്ഞത്. 5 റിയാൽ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയുള്ള ഓരോ റൈഡിനും നമ്മൾ പ്രത്യേകിച്ച് പൈസ കൊടുക്കണം. ഇത് അവിടെ എന്തൊക്കെ സൗദി ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ സൗദികളൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്കിൽ ഒരു ലേക്ക് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലേക്കിലാണ് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള കുട്ടികൾക്കും വലിയവർക്കും ഉള്ള ബോട്ടിങ്ങൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ നിങ്ങളെ ആ ലേക്കിൻ്റെ അടുത്തോട്ട് പോയിട്ട് വീഡിയോ കാണിക്കാം. പക്ഷേ ഇത് ഫാമിലി പാർക്ക് ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ കയ്യിലുള്ള മൊബൈലിൽ വീഡിയോ എടുക്കാം, പക്ഷേ ഗോപ്രോ ഒന്നും കൊണ്ടുവന്നിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റിക്കൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വീഡിയോ എടുത്താൽ എന്തെങ്കിലും ഇഷ്യൂ ആവുമോ എന്നറിയില്ല. ഇവിടെ ഈ സൗദികൾ പലതുമൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരൊക്കെ അതേ വലിയ ക്യാമറയൊക്കെ കൊണ്ടുവന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വന്ന് വീഡിയോ എടുത്താലായിരിക്കും ചിലപ്പം പ്രോബ്ലംസ്. ഇത് നോക്കിയാടാ, ഇവിടെയാണ് സ്റ്റേജും നല്ല കോഫി ഷോപ്പുകളും അതുപോലെ മറ്റുള്ള ചെറിയ സ്നാക്സൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോയിട്ട് വരാം. കുറച്ച് നിങ്ങളിവിടെ ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരുന്നോ, നമ്മളിവിടെ ഇരിക്കണ. ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ ചിന്നു. അപ്പം നമ്മളൊന്ന് നടന്നിട്ട് വരാം. അവന്മാരെവിടെ? ഇവിടെ ആൾക്കാർ നടക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നടപ്പാതയുണ്ട്, വലിയ നടപ്പാതയാണുള്ളത്. പിന്നെ അതുപോലെ ഉണ്ട്, ഇത് പെഡൽ ബോട്ടാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇവിടെ ആൾക്കാരുണ്ട്, ഇതിൻ്റെ പെഡൽ ബോട്ടിൽ പോകുന്നുണ്ടോ. അത് സ്വാൻ്റെ രൂപത്തിലുള്ള, അല്ലെങ്കിൽ ഡക്കിൻ്റെ രൂപത്തിലുള്ള പെഡൽ ബോട്ടാണ്. അത് 4 പേർക്ക് സഞ്ചരിക്കാവുന്ന പെഡൽ ബോട്ടാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ആവശ്യം പോലെ ഫാമിലീസ്, കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഓഫ് ഡേയിലൊക്കെ നല്ല തിരക്കായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്തോ
വലിയ ടീമുകളൊക്കെ വന്നിട്ട് ക്യാമറാമാൻമാരൊക്കെ വന്നിട്ട് എന്തൊക്കെയോ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ ബാക്കിൽ കൂടിയൊക്കെ പോയിട്ടൊന്ന് ഇവിടുത്തെ സീനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. ഓക്കെ, എന്തായാലും അവിടേക്ക് പോയിട്ട് ബോട്ടിങ്ങിന് എന്താണ് റേറ്റെന്ന് ഞാൻ ചോദിക്കട്ടെ കേട്ടോ അവരുടെ അടുത്ത്. അവർ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞു തരും. എന്നുണ്ടല്ലേ ഇവിടെ എന്തൊക്കെ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല വലിയ ക്യാമറയൊക്കെ വെച്ചിട്ട്. വാട്ടർ ഫൗണ്ടനുകളുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ നടുവിൽ തന്നെ ഫൗണ്ടൻ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇത് അടിപൊളി ലേക്കാണല്ലോ. ഇത് നാച്ചുറൽ ലേക്കാണോ അതോ ഇവർ ക്രിയേറ്റ് ചെയ്ത ലേക്കാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും നോക്കിയാൽ നിറച്ചും ഫാമിലിയാണ്. കാരണം മരങ്ങളൊക്കെ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം മരങ്ങളെല്ലാം ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് ഈ ലേക്ക് ആർട്ടിഫിഷ്യലാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ലേക്കിൻ്റെ അടുത്തേക്ക് പോകാം. ലേക്കിൽ കൂടി ഒരു ചെറിയൊരു ബ്രിഡ്ജ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് നല്ല രസമുണ്ട്. വുഡൻ ബ്രിഡ്ജാണ് കേട്ടോ. നല്ല വെള്ളമുണ്ട്. ഓ, അടിപൊളി മീനുണ്ടല്ലോ അതിനകത്ത്. ശരിക്കും മീനുണ്ട്. അയ്യോ, വലിയ വലിയ മീനുകൾ. ദേ ആവശ്യം പോലെ താറാവ്. അതൊക്കെ താറാവുകളുടെ സംസ്ഥാന സമ്മേളനം. ഇതിനി ആരെങ്കിലും കൊണ്ടിട്ടതാണോ അതോ ഇവിടെ വളർത്തുന്നതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. നോക്കിയാ ആവശ്യം പോലെ വലിയൊരു ലേക്കാണേ. ലേക്ക് സത്യത്തിൽ അവിടെ വേണ്ടോ വാട്ടറിൻ്റെ ഫൗണ്ടൻ ഒരെണ്ണം അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല വെള്ളത്താറാവുകൾ കേട്ടോ. എന്ത് മീനാണ്, വലിയ വലിയ മീനുണ്ട്. എൻ്റെ അമ്മോ, സൂപ്പർ മീൻ. വാവ്, അടിപൊളി. ചുമ്മാ അല്ല താറാവ് ഇങ്ങനെ കിടക്കണം. താറാവിൻ്റെ ആവശ്യം പോലെയുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട് കേട്ടോ. അത് എത്ര മീൻ വേണം ഇങ്ങനെ മിഴുങ്ങി കളിക്കാം. ഓക്കെ, സമക്ക് ആവശ്യം പോലെ മീനുണ്ട്. സൗദി ഇങ്ങനെ പറയുക കേട്ടാ. അതിനകത്ത് ഇറങ്ങാൻ ആരെയും സമ്മതിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി നല്ല രീതിയിൽ നിൽപ്പുണ്ട്. മീനിനൊന്നും ഫുഡൊന്നും കൊടുക്കാനൊന്നും സമ്മതിക്കില്ല അവർ. ബോട്ട് ഇത് എത്ര രൂപയാണെന്നറിയില്ല. എന്തായാലും ഒരു ഫാമിലി അതിനകത്ത് ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. വേറെ എങ്ങും പോകാൻ പറ്റില്ല കേട്ടോ. ഈ ഇവിടെ തന്നെ ഇട്ടാവട്ട സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഈ കറങ്ങി കളിക്കാനേ പറ്റുള്ളൂ. രാത്രിയാകുമ്പോൾ നല്ല രസമായിരിക്കും തോന്നുന്നത്. രാത്രിയാകുമ്പോൾ ലൈറ്റുകൾ ഇട്ടിട്ട് വലിയ സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഗൂഗിളിൽ ഇവിടുത്തെ ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കാണിക്കും. പക്ഷെ ഇത് വലിയ ഏരിയ ഉണ്ട് കേട്ടോ. നോക്കിയേ, അങ്ങ് ദൂരെയൊക്കെ ഉണ്ട്. ഓ, വലിയ പാർക്കാണല്ലോ ഇത്. ശരിക്കും കുന്നും മലകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ. ഇതിൻ്റെ നടുവിൽ കുഴി വഴി, പിന്നെ അത് പോയിട്ട് ഈ പോണ്ട്. അവിടെ എന്തോ നീന്താനുള്ള സംവിധാനമാണ്. അവിടെ ഒരു ചെറിയൊരു ബോൾ ഇട്ട് ഇങ്ങനെ ഒരു പ്രത്യേകം തിരിച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുമോ? അതാണോ? ഇവിടെ ബോട്ടിംഗ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ബോട്ടൊന്നും വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ സ്ഥലമേ ഉള്ളൂ കേട്ടോ ബോട്ടിങ്ങിന്. അത് നടുക്കൂടി പിന്നെ ഒരു ബ്രിഡ്ജുമാണ്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ പെഡൽ ബോട്ട്, അപ്പുറത്ത് മെഷീനുള്ള ബോട്ട്. അവിടെയാണ് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നത്. ഞാൻ എന്തായാലും അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം കേട്ടോ. അന്വേഷിച്ചിട്ട് പറയാം. ഞാൻ ബോട്ടിങ് സേഫ്റ്റിയുടെ ഡ്രസ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് വേണം നമ്മൾ, അല്ലെങ്കിൽ പെഡൽ ബോട്ട് നമുക്ക് ഉപയോഗിക്കാൻ. ബോട്ടിങ് ജെട്ടി, ബീച്ച്, സ്ക്വയർ, പാം ഗ്രോവ്, ബേർഡ്സ് ഗാർഡൻ, ബേർഡ്സ് ഏരിയ. ഇതാണ്, ഇത്രയും സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. യു ആർ ഹിയർ. ഇവിടെയാണ് ബോക്സ് ഓഫീസ്, അതായത് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്ന ഇവിടെയാണ് കേട്ടോ. ഈ കാണുന്ന ചുറ്റുവട്ടം, അതായത് ഒരു 50 മീറ്റർ ചുറ്റളവിൽ 10 മിനിറ്റ് പോകുന്നതിന് 34 റിയാൽ, 50 ഹലാലാണ് ഇവിടുത്തെ റേറ്റ്. അത് വലിയവരെയും കുട്ടികളെയും മാത്രമേ കൊണ്ടുപോകുള്ളൂ. അത് മാക്സിമം 4 പേര്, അല്ലെങ്കിൽ കുട്ടികൾ മാത്രം പോകാൻ അനുവദിക്കില്ല. പെഡൽ ബോട്ടാണ്. വെള്ളം നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. നല്ല ക്ലിയർ വാട്ടറാണ്. താഴത്ത് വരെ കാണാം. ഇതെന്തായാലും നാച്ചുറൽ തടാകമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതാരും ക്രിയേറ്റ് ചെയ്തതായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ വെള്ളം വറ്റിപ്പോവാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പം നാച്ചുറൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്.
ഇസ്ലാം അപ്പോൾ ഈ കാണുന്ന ലേക്ക് ഇത് നാച്ചുറൽ ലേക്കല്ല കേട്ടോ. ഈ ലേക്ക് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഭാഗം 12 അടി താഴ്ചയുണ്ടെന്നാണ് പറയണേ ഈ ഇവിടുത്തെ ലേക്കിന്. ആ കാണുന്ന പാലത്തിൻ്റെ അപ്പുറം സൈഡ് 24 അടി 25 അടി താഴ്ചയുണ്ടെന്ന്. അതായത് ഈ നിൽക്കുന്ന ആൾ ബീഹാറിയാണ്. പുള്ളി പാറ്റ്നക്കാരൻ. പുള്ളി ഇവിടുത്തെ ലൈഫ് ഗാർഡാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രെയിനിങ് എടുത്ത് ആ ഭാഗത്താണ് 25 അടി താഴ്ചയുള്ള ആ ഭാഗത്താണ്. അത് കഴിഞ്ഞ് ഇവിടെ 12 അടി താഴ്ച. അതുപോലെ ഇത് സ്വീറ്റ് വാട്ടറാണ്. അതായത് വെള്ളം പുള്ളി പറയുന്നത് എവിടെ നിന്നോ കടലിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമാണ്, പിന്നെ ശുദ്ധീകരിച്ച് ഇവിടെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ജുബൈലിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും, അവിടെ നിന്നാണല്ലോ വെള്ളം നിങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇത് രാവിലെയും വൈകുന്നേരത്തും ഇവിടെ വെള്ളം നിറയ്ക്കാറുണ്ടെന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളമെല്ലാം വറ്റിപ്പോവും. പിന്നെ ഇവിടുത്തെ ചെടികൾക്ക് തളിക്കാനും അതിനും ഇതിനൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ആവശ്യം പോലെ മീനുണ്ട്. ഒരു മീൻ 6 കിലോ മുതൽ 8 കിലോ വരെയുള്ള മീനുകൾ ഇതിനകത്തുണ്ടെന്ന് പറയണം. പക്ഷേ മീനിനൊന്നും ടേസ്റ്റ് ഇല്ല. പിന്നെ ഈ സ്പീഡ് ബോട്ട് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പങ്ക തട്ടിയിട്ട് മിക്ക ദിവസങ്ങളിലും മീൻ ചത്ത് പൊന്താറുണ്ട്. അപ്പോൾ അതിനെ അപ്പോഴത്തന്നെ ഇവരുടെ അടുത്ത് പുറത്ത് കളയും എന്നാണ് പറയുന്നത്. ആരും അടുത്ത് ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ലെന്നാണ് പറയുന്നത് മീനിന്. എന്താണെന്ന് എനിക്കറിയില്ല. സ്വീറ്റ് ആയിട്ടുള്ള മീനിന് ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ വഴിയില്ല. പക്ഷേ അവർ പറയുന്നത് ഇതിനകത്ത് മീനിന് ടേസ്റ്റ് ഇല്ലാന്ന്. പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ, ഈ കുന്നിൻ്റെ പുറത്തൊക്കെ നിറച്ച് ആൾക്കാരിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ ശരിക്കും ആൾക്കാർ വന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ ജുബൈലിലൊക്കെ കടലുള്ളത് അല്ല, അവിടെ കോർണിഷിലിരിക്കും. ആ ഒരു കോർണിഷാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെയും അതുപോലെ തന്നെ ഇങ്ങനെ വെള്ളം ഇട്ട് അല്ലെങ്കിൽ ഒരു ലേക്ക് ഉണ്ടാക്കി ഇവിടെ ഒരു കോർണിഷ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബോട്ടിങ്ങും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്തിങ്ങനെ ആ ലേക്കിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ഇതേ നോക്കിയേ, അതാ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്ന് ഈ വെള്ളം ഒഴുകിയാണ് ആ ലേക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ഉണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള. ഇതൊരു വലിയ പാർക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നല്ല സൗകര്യമുണ്ട്. ഇത് നോക്കിയേ, നല്ല കാലാവസ്ഥ കേട്ടോ. ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അടിപൊളി കാലാവസ്ഥ. ഇവിടെ പിന്നെ എന്തായാലും ദമാമിലെയും കോബാറിലെയും പോലെ ഒന്നും ഹ്യൂമിഡിറ്റി ഇല്ല. ചൂടുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് കഴിഞ്ഞപ്പോൾ ആ ചൂടങ്ങ് അവസാനിച്ചു. അപ്പോൾ ഇപ്പം നല്ല കാലാവസ്ഥയുണ്ട് കേട്ടോ. ഇവിടെ എന്തോ സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അവിടെ 2-3 ഹീറോയിന്മാരും ഹീറോകളും ഒക്കെ വന്ന് ഇരിപ്പുണ്ട്. ഇതേണ്ട അവിടെ ഉണ്ട്. ഈ കാണുന്നത് അവരാണ് ഇരിക്കുന്നത്. കുട്ടികളെ പറ്റിക്കാനുള്ള സാധനം കൊണ്ടുപോകണം നോക്കിയേ. കുട്ടികളെ പറ്റിക്കാനുള്ള സാധനം ഇങ്ങനെ കൊണ്ടുപോവാ. ഇത് ഇവിടെ ഇടത്തുള്ള കുട്ടികളെന്തായാലും വാങ്ങും കേട്ടോ. കുട്ടികൾ ശരിക്കും വാങ്ങിയതല്ല. ആവശ്യം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ പറയുന്നത്, ഇപ്പോൾ ദമാം കോബാർ ജുബൈൽ ഭാഗത്ത് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ എങ്ങനെയാണോ കോർണിഷിൽ പോയിരിക്കുന്നത് അതേ സീനറിയാണ് ഇവിടെയും ആൾക്കാർ കോർണിഷിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇവർക്ക് ഇവിടുത്തെ കോർണിഷാണ് ഇത് ഈ കാണുന്നത്. ഇവർ ഹാപ്പിയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ്, സിറ്റിംഗ് ഏരിയ. അല്ല, കോർണിഷിലിരുന്ന് കോഫി കുടിക്കും പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് സലാം പാർക്കിൻ്റെ വീഡിയോ. ഈ സലാം പാർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി നാളെ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.